വഴിതെറ്റിപ്പോയ കുഞ്ഞാട് തിരിച്ചെത്തിയിരിക്കുന്നു. തടിച്ച കാളക്കുട്ടിനെ ഇറക്കേണ്ട ദിവസം. ഇരിക്ക. വേണ്ട, പിന്നെ മതി. നീ വരില്ലെന്നാണ് ഞാൻ കരുതിയത്. കമ്പി കിട്ടിയപ്പോൾ ഞാൻ സ്ഥലത്തില്ല. എനിക്കറിയാം. ഉച്ചവരെ ഞങ്ങൾ കാത്തു. ശവസംസ്കാരം 12 മണിക്കായിരുന്നു. ഇന്നലെ വൈകുന്നേരം 5 മണിയായി കമ്പി കിട്ടാൻ. നേരത്തെ കിട്ടിയാലും നീ വരില്ല. ഒരിക്കലും നീ അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഏട്ടനോ? മരിച്ചവരോട് പക കാണിക്കരുത്. നോക്ക്, എല്ലാ പത്രങ്ങളും എഴുതിയിരിക്കുന്നു. സമുദായ സ്നേഹിയായ കരുണാകരൻ മുതലാളി നിര്യാതനായി. അച്ഛനൊരു മഹാനായിരുന്നു. ഇന്നലെ ടൗൺ ഹാളിൽ കൂടി അനുശോചന യോഗത്തിൽ കളക്ടർ വന്നു, DIG ഉണ്ടായിരുന്നു, എല്ലാ പാർട്ടിക്കാരും പ്രസംഗിച്ചു. ഒരു സ്മാരകം ഉണ്ടാക്കാൻ പോകുന്നു, കമ്മിറ്റി ഫോം ചെയ്തു. സംഭാവന തുകകളുടെ വാഗ്ദാനം മുറയ്ക്ക് നടന്നിട്ടുണ്ടാവും. നീ ഇപ്പോഴും ആ പഴയ ആൾ തന്നെ. എന്നോട് എന്ത് പറയാം? ഏട്ടനും മാറിയിട്ടില്ല. ഈ മുറ്റത്ത് നിന്നൊരു പുരുഷാരമായി എത്ര പേരാണ് വന്നത്? എത്രമാർ ഉദ്യോഗസ്ഥന്മാരും മുതലാളിമാരും കച്ചവടക്കാർ, സാധുക്കൾ. He was a great man. അത് കിടാവിളക്കായി കത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേറൊരു പ്ലാൻ കൂടിയുണ്ട്. അച്ഛന്റെ ഓർമ്മയ്ക്കായി. He's a fool. അമ്മയ്ക്കിനി ആരുണ്ടടാ മോനെ? ആരുണ്ട്? അമ്മയ്ക്കിനി ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് അങ്ങോട്ട് കണ്ണടച്ചാ മതിയെന്നേ ഉള്ളു പ്രാർത്ഥന. ഞാനിനി അധികകാലം ജീവിച്ചിരിക്കില്ല. നീ ഇനി എങ്ങോട്ടും പോകല്ലേ ദാസ. അമ്മ സമാധാനായിട്ടിരിക്കണം. സൂക്കേട് സാരില്ല. സാരമില്ല, സാരമില്ല. എല്ലാരും പറയും സാരമില്ല. നിന്റെ ഏട്ടന്റെ വിചാരം എനിക്ക് ഒരു സൂക്കേടില്ലെന്ന്. എന്റെ കഷ്ടപ്പാട് എനിക്കല്ലേ അറിയൂ. കൊണ്ടുപോകുന്നു. താക്കോൽ. താക്കോൽ ഏതിന്റെ? എല്ലാ താക്കോലും അവിടെ വെക്കാൻ. എത്ര കൊല്ലമായി ഇവിടെ? 16. ഓ, ടു മച്ച്. നിങ്ങൾക്കിനി വേണ്ടത് വിശ്രമമാണ്.
വരി വരി, എന്താ അവിടെ നിൽക്കണേ? എന്താ അവിടുത്തെ സ്ഥിതി? അയ്യോ, എന്തു പറ്റി? ഇതിലൊരു കുരുവിക്കുഞ്ഞുണ്ടായിരുന്നു. അയ്യോ, പിടിക്കുക. അമ്മ വിളിക്കണു. അമ്മയ്ക്ക് പതുക്കെ, അതിന് പേടിപ്പിക്കണ്ട. കുറച്ച് വെള്ളം. കുറച്ച് വെള്ളം കൊടുത്താൽ ശരിയാവും. പിടയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പറന്നു പോയിക്കോളും. മാധവി പിന്നെ പഠിക്കില്ലേ? ഇല്ല. എന്തേ? ആര് പഠിപ്പിക്കാൻ? അമ്മയ്ക്കൊന്നിനും വയ്യ. ഇവിടുന്ന് തരുന്നതാ അമ്മയ്ക്കൊരാശ്രയം. നിന്റെ മുറ്റത്തെ ആ ചാമ്പമരത്തിൽ ഇപ്പോഴും കായുണ്ടോ? അത് മുറിച്ചുപോയി. അതിന്റെ തുന്നാടിക്കൊമ്പ് വരെ ഞാൻ കയറിയിട്ടുണ്ട്. കൊതിച്ചു കൊതിച്ച് നീ താഴെ നിൽക്കും. അമ്മയ്ക്ക് വേണ്ടി കത്തെഴുതുമ്പോൾ നിനക്ക് നാട്ടിലെ വിശേഷമൊക്കെ ഒന്ന് എഴുതിക്കൂടെ? ഈ നാട്ടിൽ എന്ത് വിശേഷം? വലിയ വീടും സ്വത്തുമുള്ളവര് എന്തിനാ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആ കഷ്ടപ്പാടിലൊരു സുഖമുണ്ട്. അത് മാധവിക്കറിയില്ല. അമ്മ ബഹളം കൂട്ടാൻ തുടങ്ങും. വരുന്നില്ലേ? രവി വന്നില്ലേ? ഇല്ല. അവൻ തോന്നുമ്പോ വരണോ, തോന്നുമ്പോ പോണു. തന്തയുടെ തല മണ്ണി കുത്തിയിട്ട് ദിവസം ഇശിയായിട്ടില്ല. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഏട്ടൻ വരുമ്പോ അമ്മ വിളിച്ച് പറഞ്ഞോളൂ. ഞാനോ? ഞാൻ പറഞ്ഞ അവൻ തിന്നാൻ വരും. എടാ, രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഡോക്ടർ വന്നിട്ടുണ്ട് അത്രേ. ആ നാരായണിയമ്മ പറഞ്ഞതാ. നീ ഒന്ന് അയാളെ കൊണ്ടുവരുവോ? അമ്മയ്ക്ക് എന്താ ഇപ്പോഴാ സുഖം? ഒന്നുമില്ല, പരമസുഖം. ഒരു ദണ്ണ ഇല്ലാണ്ട് ഞാൻ വെറുതെ കിടക്കുകയല്ലേ. എന്റെ കാര്യം നോക്കാനുണ്ടായിരുന്ന ആള് പോയില്ലേ? നിങ്ങളുടെ കാര്യമൊക്കെ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. നാളെ കൊണ്ടുവരാൻ ഡോക്ടറെ. വേണ്ട, എനിക്കിനി എന്തിനാ ഡോക്ടർ? മനമില്ലാതെ എനിക്കിനി ആരും ഒന്നും ചെയ്യണ്ട. അമ്മേ, അമ്മേ പോയിക്കോളൂ, സാരല്ല. Yes, come in, please. ഇതാണ് സാർ ഞാൻ പറഞ്ഞ ഓ, വരണം. സിഗരറ്റ്? ഇവിടെ വേണം എയർ കണ്ടീഷൻ. ചുറ്റും ഈ വാളുണ്ടല്ലോ, ബർമ ടീക്ക് പാനലിംഗ്. ഈ പഴയ ഫർണിച്ചർ ഒന്നും ഇവിടെ കാണാൻ പാടില്ല. എല്ലാം പുതിയ ഫർണിച്ചർ ആയിരിക്കണം, അപ് ടു ഡേറ്റ് മോഡേൺ. കാഷ്യർ, ഈ പഴയ ഫർണിച്ചറിൽ നിങ്ങൾ എടുത്തോളൂ. നമ്മുടെ ഡൈനിങ് ഹാൾ ഉണ്ടല്ലോ, അത് വളരെ മനോഹരമായിരിക്കണം, മോഡേൺ ആയിരിക്കണം. ചുറ്റും മാർബിൾ ആയിരുന്ന വളരെ നന്നായിരിക്കും. അപ്പോ അഡ്വാൻസ് ഉണ്ടാവേണ്ടത്. കാഷ്യർ 10,000 rupees അഡ്വാൻസ് കൊടുത്തേക്ക്. ബൈ ദ വേ, എനിക്ക് സമയമില്ല, ഓഫീസിൽ കാണാം. Okay. Right.